അസ്സലാമു അലൈക്കും. റൂമിലേക്ക് കയറിയ ഇമ്രാൻ്റെ മുഖത്ത് എന്തോ നേടിയെടുത്തൊരു ഭാവമായിരുന്നു. തൻ്റെ അംഗത്തിന് തുടക്കം കുറിച്ച യോദ്ധാവിനെ പോലെ. താൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം കൊള്ളേണ്ടവർക്ക് നന്നായിട്ട് തന്നെ കൊണ്ടിട്ടുണ്ടാവും. ഉടനെ ഇനിയും ഒളിഞ്ഞും മറിഞ്ഞും ആമിമോൾക്കും സുഹറക്ക് നേരെ എന്തെങ്കിലും തരത്തിലുള്ള ഒളിപ്പേരുകൾ ഉണ്ടാവാതെ ഇരിക്കില്ല. ചിലതെല്ലാം തൻ്റെ മുന്നിൽ എത്തിയ പോലെ തീർച്ചയായും ഒളിച്ചിരിക്കുന്നവർ മുന്നിൽ വരും. വരുത്തും ഞാൻ. അതിനുള്ള ആദ്യത്തെ ആണി തന്നെ തറച്ചിട്ടുണ്ട്. ആമിമോളെ സകല അവകാശങ്ങളും കൊടുത്തുകൊണ്ട് ഇവിടെ സ്വീകരിച്ചതിലൂടെ ഇമ്രാൻ്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി ഉണ്ടായിരുന്നു. കൂടെ കണ്ണുകൾ എന്തിനെന്നറിയാത്തൊരു ചെറിയ നനവും. എൻ്റെ മോള്. അവൻ്റെ കണ്ണുകൾ അറിയാതെ വീടിന് ചുമരിലേക്ക് നീണ്ടി. ഉടൻ തന്നെ അവൻ്റെ ശ്രദ്ധ മാറ്റുവാൻ ഉതുകുന്ന ഒരു ചിരി അവൻ്റെ കാതിൽ വന്ന് പതിച്ചു. ബാൽക്കണിയിൽ നിന്നും ഉയരുന്ന കുഞ്ഞു ചിരി. മനസ്സിൻ്റെ സമ്മർദ്ദം എവിടേക്കോ മാഞ്ഞുപോയി എന്നവൻ അറിയാതെയായി. അന്നും അസ്ലം വരുമ്പോൾ മൂടിക്കെട്ടിയ മുഖവുമായാണ് അഫി ഇരിക്കുന്നത്. എന്നും ഇത് പതിവായതുകൊണ്ട് ഒന്ന് നിശ്വസിച്ചുകൊണ്ട് കുളിച്ചു മാറാൻ ഉള്ളതുമായി ബാത്റൂമിലേക്ക് നടന്നു. കുളിച്ച് ഇറങ്ങി വന്നിട്ടും ഈ ലോകത്തൊന്നും അല്ലാത്തവളെ പോലെ ഇരിക്കുന്നവനെ കണ്ട് അസ്ലം നെറ്റി ചുളിച്ചു. അല്ല അഫി, കുട്ടികൾ എവിടെ പോയി? കണ്ണാടിയിൽ നോക്കി മുടിച്ചീകുന്നതിനിടയിലാണ് അവൻ്റെ ചോദ്യം. മറുപടി ഇല്ലെന്ന് കണ്ടതും അവളെ ഒന്ന് നോക്കി അടുത്തു വന്നിരുന്നു. എന്താ അഫി ഇന്നത്തെ പ്രശ്നം? എന്നുള്ള ടെൻഷനാണെങ്കിൽ അതൊന്നും വേണ്ട. നമ്മുടെ കുട്ടികൾക്കുള്ളത് ഞാൻ തന്നെ അധ്വാനിച്ചുണ്ടാക്കുന്നുണ്ടല്ലോ. സുഖമായി ജീവിക്കാനുള്ളതുണ്ട്. ഇക്കാൻ്റെ സ്വത്തൊന്നും നമുക്ക് വേണ്ട. അവളുടെ കൈ എടുത്തുകൊണ്ട് തൻ്റെ കൈകളിൽ ചേർത്ത് കൊണ്ടുവൻ പറഞ്ഞു. ദേഷ്യത്തോടെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ടവൾ അവൻ്റെ കൈ തട്ടിമാറ്റി. ആ, അല്ലെങ്കിൽ ഇപ്പം തരും. നിങ്ങൾ പോയി ചോദിക്കേണ്ട താമസം. ഓ, ഇനിയിപ്പോൾ അതിന് പറ്റൂലോ. സുഹറയുടെ സമ്മതം വേണ്ടേ എല്ലാത്തിനും? സുഹറയുടെ സമ്മതമോ? എന്തൊക്കെയാണ് എൻ്റെ അഫി എന്ന് പറയണത്? അഫി ദേഷ്യത്തോടെ ഒറ്റ ശ്വാസത്തിൽ എല്ലാം പറഞ്ഞു തീർത്തപ്പോഴേക്കും കിതച്ചു പോയിരുന്നു. എനിക്ക് കഴിയൂല ഇവിടെ നിൽക്കാൻ. ഒരു വേലക്കാരൻ്റെ സമ്മതം മേടിച്ച് ആർക്കും ഉണ്ടായൊരു കുട്ടിനെ നോക്കി നടക്കാനൊന്നും എനിക്ക് പറ്റൂല. ഞാൻ എൻ്റെ വീട്ടിൽ പോവാ. കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകും. നിങ്ങളിവിടെ നിന്നോ നിങ്ങളെ ഇക്കാൻ്റെ ഓശാരവും വാങ്ങി. ഒന്ന് ഓർക്കുന്നത് നല്ലതാ. കുടുംബം ഉണ്ടാക്കിയതും അയാൾ മാത്രം ഉണ്ടാക്കിയതുമെല്ലാം നിങ്ങൾ ഇക്കാൻ്റെ പേരിലാണ്. അത് ഇന്നലെ കീറി വന്ന് ആർക്കെങ്കിലും കൊടുക്കണോ അതോ സ്വന്തം മക്കൾക്ക് കൊടുക്കണോ എന്ന് ഇക്കാക്ക എന്ന സെൻറ്റിമെൻറ്റ്സ് ഒന്നും ഇല്ലാതെ ആലോചിച്ച് നോക്കി. ഇടക്ക് മാറിയ ഭ്രാന്തി ഇടയ്ക്ക് വരുമ്പോൾ ചിലപ്പോൾ എല്ലാം എഴുതി കൊടുത്തെന്ന് വരും. ഈ ഒന്നും മിണ്ടാതിരിക്കും എൻ്റെ അഫി. കുറച്ച് സമാധാനം കൊടുക്കുകയാണെങ്കിൽ അങ്ങ് കൊടുക്കട്ടെ. അഫിയോട് ദേഷ്യപ്പിടിച്ച് വാതിൽ തുറന്ന് ഇറങ്ങിയവൻ ചെന്നുപെട്ടത് ഇമ്രാൻ്റെ മുന്നിലാണ്. ഇക്കാണെങ്കിലും അധികമൊന്നും സംസാരിക്കാറില്ല. ചെറിയൊരു പേടിയില്ലാതെ ഇല്ല. പേടി എന്നൊന്നും പറയാൻ പറ്റില്ല, ബഹുമാനാണ്. അസ്ലം, ഈ ഇവനെ അറിയോ? മുഖവരികൾ ഏതുമില്ലാതെ ചോദിച്ചപ്പോൾ അസ്ലമിൻ്റെ കണ്ണുകൾ ഇമ്രാൻ്റെ കയ്യിലുള്ള പേപ്പറിലേക്ക് നീണ്ടു. ഒരു ബയോഡാറ്റ. ഒരു ചെറുപ്പക്കാരൻ്റെ ഫോട്ടോയുണ്ട്. പേര് നജീബ്. ഇല്ല, പരിചയമില്ല. ഇമ്രാൻ്റെ കയ്യിലെ ബയോഡാറ്റയിലേക്ക് സൂക്ഷിച്ചു നോക്കി അസ്ലം പറഞ്ഞപ്പോൾ ഇമ്രാൻ ഒന്ന് തലയാട്ടിക്കൊണ്ട് ആ പേപ്പർ മടക്കി വെച്ചു. നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് കരുതി എല്ലാവരെയും അറിയണമെന്നില്ലല്ലോ അല്ലേ? പിന്നെ ഇവനെ നമ്മളെ കമ്പനിക്ക് വേണ്ട. പുറത്താക്കുന്നതിന് മുമ്പ് നിന്നോടൊന്ന് ചോദിച്ചെന്നേ ഉള്ളൂ. അറിയുന്ന ആളാണെങ്കിൽ ഒരു ചാൻസ് കൂടി കൊടുക്കാമെന്ന് കരുതി. എന്തിനാ അവനെ പുറത്താക്കുന്നത്? എന്ത് തെറ്റാ അവൻ ചെയ്തത്? ചാരപ്പണി. ഇവനെ മാത്രമല്ല, ഇങ്ങനെ ഒരുപാട് പേരുണ്ട് കമ്പനിയിൽ. എല്ലാം ഒന്ന് അയച്ചു പണിയണം. ഒരുപാട് കണക്കുകൾ ക്ലിയർ ആവാനുണ്ട്. ഒരുപാട് ലോസ് കാണുന്നുണ്ട് പ്രോഫിറ്റിൽ. എവിടെയോ നല്ല തട്ടിപ്പ് നടന്നിട്ടുണ്ട്. ഇക്കാക്ക, ഞാൻ സാരില്ല. നിനക്കെല്ലാം കൂടി നോക്കി നടത്താനായി കാണില്ല. നമുക്ക് തിരിച്ചു പിടിക്കാവുന്നതേ ഉള്ളൂ. ദോഷം വരുന്നതിനെയൊക്കെ പറിച്ചെറിഞ്ഞുകൊണ്ട് ഒന്നിൽ നിന്ന് തുടങ്ങണം. കൂടെ നിന്ന് ചതിക്കുന്നവരെ ഒന്ന് ശരിക്ക് കാണണം. മുഖത്തോട് മുഖം നോക്കി. ചെയ്തതിനുള്ള ശിക്ഷ അതെന്താണെന്ന് ഇമ്രാൻ തീരുമാനിക്കും. അതിനുള്ള ആദ്യത്തെ തുടക്കം ഇവനിൽ നിന്നാവട്ടെ. ഈബിൻ്റെ ഫോട്ടോയിലേക്ക് ചൂണ്ടി പറയുന്ന ഇമ്രാനെ അസ്ലം ഒന്ന് നോക്കി. മുഖമെല്ലാം ദേഷ്യം കൊണ്ട് മുറുകിയിട്ടുണ്ട്. എന്തു തീരുമാനിച്ച് ഉറപ്പിച്ചതുപോലെ. പിന്നെ അഫി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കല്ലോ. ഇനി ആമയെ ആരും തെണ്ടിയെന്നും എവിടെ നിന്ന് കയറി വന്നവളാണെന്നോ ഈ വീട്ടിലൊരു അവകാശമില്ലാത്തവളാണെന്നോ ഒന്നും പറയാൻ പാടില്ല. അതിനുവേണ്ടി എൻ്റെ പേരിലുള്ള സ്വത്തുക്കളിൽ ഒരു ഭാഗം അവളുടെ പേരിലേക്ക് മാറ്റാൻ പോവുകയാണ്. ഇനിയും അവളെ ആരുമൊന്നും പറയരുത്. അവൾക്കും അവകാശങ്ങളുണ്ടെന്ന് അറിയട്ടെ. എന്താ ഇക്കാക്ക ഇത്? അഫി ഓരോന്നൊക്കെ പറഞ്ഞെന്ന് കരുതി ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിന് മുമ്പേ എല്ലാം ആലോചിക്കണം. പെട്ടെന്നൊന്നും വേണ്ട. ഇക്കാക്ക് ഇനിയും കുട്ടികളുണ്ടാവും. അന്ന് ഇവിടെ ഒരു ബാധ്യത ആവൂലേ?
കുറ്റബോധം തോന്നും. ഒന്നുകൂടി ആലോചിച്ച് നോക്കിക്കൂടെ? ഇമ്രാന് ഇഷ്ടമാവില്ല എന്ന് കരുതി വളരെ പതുക്കെയാണ് അസ്ലം അത് പറഞ്ഞത്. ആ, ഇനിയൊന്നും ആലോചിക്കാനില്ല അസ്ലം. ഇനി കുട്ടികൾ ഉണ്ടാവുകയോ ഉണ്ടാവാതിരിക്കുകയോ ചെയ്യാം. ഒരു പക്ഷെ കുട്ടികളുണ്ടായി അവർക്കും അങ്ങനെ തോന്നിയാൽ പിന്നെ എന്താ കാര്യം? അവൾക്കും ഇവിടെ അവകാശങ്ങൾ വേണം. ആരും അവളെ ഒറ്റപ്പെടുത്തരുത്. ഇക്കാക്ക, അസ്ലം വീണ്ടും അവനെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു പായ്ശ്രമം നടത്തി. പക്ഷെ അത് കേൾക്കാത്തവനെ പോലെ ഇമ്രാൻ നടന്നകന്നു. റൂമിനുള്ളിൽ നിന്നും അഫി അവനെ ഒന്ന് നോക്കി. ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന പോലെ. വേണ്ടായിരുന്നു. റൂമിലേക്ക് കയറിയ ഇമ്രാനോട് സുഹറ തല താഴ്ത്തി പിടിച്ചുകൊണ്ട് പതിയാണ് പറഞ്ഞത്. എന്ത് വേണ്ടായിരുന്നു എന്നേ? അവൻ്റെ ദേഷ്യം അവൾക്ക് എന്നും ഭയമാണ്. അതുകൊണ്ട് തന്നെ അവനോട് മറുത്തെന്തെങ്കിലും പറയാനും അവൾക്ക് പേടിയാണ്. പക്ഷേ ഇത് പറഞ്ഞേ പറ്റൂ. അല്ലെങ്കിൽ ഈ സൗഭാഗ്യങ്ങൾ കണ്ടിട്ടാണ് ഞാൻ കൂടെ നിൽക്കുന്നതെന്ന് തോന്നിയാലോ? ആമി അദ്ദേഹത്തെ സ്നേഹിക്കുന്നത് എന്ന് കരുതിയാലോ? അസ്ലമിനോട് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു. ആമി മോൾക്ക് ഒരു അവകാശങ്ങളും വേണ്ട. ഇവിടെ നിൽക്കുന്ന കാലത്തോളം അവൾ നിങ്ങൾക്കരികിൽ സുരക്ഷിതയായിരിക്കും എനിക്കറിയാം. ആ, അത് നിന്നേക്കാൾ ഉറപ്പ് എനിക്കുണ്ട്. അവൾക്ക് അവകാശങ്ങൾ കൊടുത്തുകൊണ്ട് അന്യയാക്കുകയല്ല. ഇത് മുഴുവൻ കൊടുത്താലും മതിയാവില്ല അവൾക്ക്. ഇനി നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? തനിക്ക് നേരെയുള്ള അവൻ്റെ ചോദ്യത്തിൽ സുഹ്റ ഒന്ന് പകച്ചുപോയി. ഇല്ല എന്നവൾ തലയാട്ടി. തോറ്റു പോവുകയാണ് ഞാൻ. ആരെ സംശയിക്കണം, ആരെ പ്രതിസ്ഥാനത്ത് നിർത്തണം എന്നറിയാതെ കുഴിഞ്ഞു പോവുകയാണ്. ഇതിനിടയിൽ ഇനി ആമിമോൾക്കും എന്തെങ്കിലും സംഭവിച്ചു പോകുമോ എന്ന ഭയമുണ്ട്. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അല്ലെങ്കിൽ എൻ്റെ കൂടെ തന്നെയുള്ള ശത്രുക്കൾ ഇനിയും വളരും. കൂടെ നിന്ന് ചതിക്കും. നീ ഉണ്ടാവില്ലേ സുഹ്റ എൻ്റെ കൂടെ? ഇത്രയും സമയം ദേഷ്യപ്പെട്ട് സംസാരിച്ചവൻ്റെ പെട്ടെന്നുള്ള മാറ്റം. തൻ്റെ കൈകളിൽ കൈകൾ ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ മുഖത്തേക്ക് അപേക്ഷയോടെ ദയനീയമായി നോക്കുന്നവൻ. അവൾക്ക് തലയാട്ടാതിരിക്കാനായില്ല. സുഹ്റയുടെ കൈകൾ ഇമ്രാൻ്റെ കൈകളിൽ ഒന്നുകൂടി മുറുകി. കൂടെ നിൽക്കുമെന്നുള്ള ഉറപ്പ് പോലെ. എന്താ അസീന ഈ പറയണത്? ഇത്ര പെട്ടെന്ന് പൈസ വേണമെന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഇവിടെ പണം കഴിക്കണ മരമുണ്ടോ എടുത്തു കൊടുക്കാനേ? തന്നപ്പോൾ നജീബ് പറഞ്ഞത് തിരിച്ചു തരുമൊന്നും വേണ്ടാന്നാ. പിന്നെ ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ചോദിച്ചാൽ എന്താ ചെയ്യുക? സജിനാനോട് ഒന്നും കൂടി പറഞ്ഞു നോക്ക്. ഓൻ എന്തോ ഗൾഫിൽ അത്യാവശ്യം ഉണ്ടെന്ന്. ഇപ്പോൾ പണിയൊന്നും ഇല്ല പോലും. പണിക്ക് കയറാനോ അല്ലെങ്കിൽ നാട്ടിലേക്ക് പോരാനോ മുതലാളി ചോദിച്ച് പൈസ കൊടുക്കണമല്ലോ. സജിനാൻ്റെ സ്വർണം മുഴുവൻ വിറ്റിട്ടും ആ പൈസ ആയിട്ടില്ലെന്നാണ് പറഞ്ഞത്. നമ്മൾ തന്നെ പൈസ മുഴുവനും കൊടുക്കണം. എന്താ ചെയ്യുക അറിയില്ല. അത് കിട്ടിയാൽ തന്നെ ഇനി തികയോന്നറിയില്ല. കിട്ടിയ പൈസയും വെച്ച് ബിസിനസ് തുടങ്ങാൻ ഒരുങ്ങിയതാ. തുടങ്ങി വെച്ച് വന്നാൽ അത് ഇനിയും വേണം പൈസ. അതിനിടയിലാണ് ഇത്. അതിന് എന്താ ചെയ്യുക എന്ന് ആലോചിച്ച് തലമുണ്ടായി. ഒരു വഴി ഇല്ലെങ്കിൽ എൻ്റെ പെര വിൽക്കുകയോ പണയം വെക്കുകയോ വിൽക്കാനോ പറയും. കിട്ടിയതിൽ പകുതി എടുക്കാം. ഉമ്മ സമ്മതിക്കോ? എനിക്കറിയില്ല. സമ്മതിക്കാതെ എവിടെ പോവാം? കുറച്ച് കരഞ്ഞു വിളിച്ച് പറഞ്ഞാൽ മതി, സമ്മതിക്കും. അമീറിൻ്റെ പദ്ധതി കൊള്ളാമെന്ന് അസീനക്കും തോന്നി. സജിനയുടെ കല്യാണം കഴിഞ്ഞ് ചോദിക്കാതെ തന്നെയാണ് കുറച്ച് പൈസ എടുത്തത്. പിന്നെയും തന്നിട്ടുണ്ട്. ഇനിയും വേണമെങ്കിൽ ചോദിക്കാനും പറഞ്ഞു. അതൊക്കെ കണ്ടാണ് കച്ചവടം ചെയ്യാൻ ഒരുങ്ങിയത്. ഒന്നും ആയിട്ടില്ല. പെട്ടെന്നൊരു ദിവസം അത് തിരിച്ചു ചോദിച്ചാൽ എന്തു ചെയ്യും? ഉമ്മയോട് ആവശ്യം ഉന്നയിച്ച് ഒത്തിരി സമയം പിന്നിട്ടിട്ടും മറുപടി ഒന്നും കേൾക്കാത്തത് കൊണ്ട് അസീനയും സജിനയും ഉമ്മയെ ഒന്ന് നോക്കി. ഉമ്മ എന്താ ഒന്നും പറയാത്തത്? ദിവസം വൈകുന്നതോറും നജീബൊക്കെ അവിടെ അനുഭവിക്കുന്നത് സഹിക്കാനാവില്ല. സജിന ഒന്ന് തേങ്ങിയതും ഉമ്മ തലയുയർത്തി നോക്കി. ഞാൻ എന്താ പറയുക? ബാങ്കിൽ പണയം വെക്കുക എന്നൊക്കെ പറഞ്ഞ എളുപ്പമാണോ? ആചാര്യയുടെ അടുത്ത് പണയം വെച്ചാൽ എത്രയാണ് പലിശ? ഇപ്പോൾ ഒന്ന് വീടിയതല്ലോ. അതൊക്കെ ഇനി ആരാ അത് എടുത്തു തരിക? പലിശ എത്ര കൊടുക്കേണ്ടി വരുമോ അതും അറിയില്ല. എന്നെക്കൊണ്ട് ഒന്നും ആവില്ല. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം അമ്മ. കിട്ടുന്ന പൈസക്ക് പണയം വെച്ചാൽ മതി. മാസം പലിശ ഞങ്ങൾ അടച്ചോളാം. അതുമല്ല, നജീബിക്കാക്ക് പണി തിരിച്ചിട്ടിയാലേ പെട്ടെന്ന് എടുക്കും ചെയ്യാം ആധാരം. മക്കളുടെ ഉറപ്പിൽ ഉമ്മ സമ്മതിച്ചു കൊടുക്കുമ്പോൾ ഉമ്മാക്ക് ആവലാതി ഉണ്ടായിരുന്നു എന്താകുമെന്ന കാര്യത്തിൽ. ഈ അവസ്ഥയിൽ സുഹ്റ സഹായിക്കുമെന്നറിയാം. എല്ലാവരുടെയും മനസ്സിൽ അതുണ്ടെങ്കിലും മനഃപൂർവ്വം അത് മറന്നു കളഞ്ഞു. വാശിയിൽ തന്നെ നജീബ് അക്ഷമനായി കാത്തിരിക്കുകയാണ് ഇമ്രാനെ കാണാൻ വേണ്ടി. ഓഫീസിൽ ചെന്നപ്പോൾ മുതലാളിയുടെ വീട്ടിലേക്ക് ചെല്ലാനാണ് പറഞ്ഞത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഓഫീസിലെ കാര്യങ്ങളെല്ലാം പുതിയ മുതലാളി ഏറ്റെടുത്തെന്ന് അറിഞ്ഞിരുന്നു. ഉടനെ തന്നെ ഓഫീസിലൊരു അഴിച്ചുപണി നടക്കുമെന്നും തൻ്റെ പേരിൽ ലക്ഷങ്ങൾ ബാധ്യത ഉണ്ടെന്നും കാട്ടി നോട്ടീസ് വരുന്നത് നജീബ് സ്വപ്നത്തിൽ പോലും കരുതിയിട്ടില്ല. ഇപ്പോൾ ജോലിയുമില്ല. ജോലിയിൽ പ്രവേശിക്കാൻ പറഞ്ഞ പണം കൊടുത്തേ തീരൂ. നാട്ടിൽ പോവാനും. നാട്ടിൽ നിന്നും എണ്ണിപ്പിറക്കി അയച്ചു തന്ന പണം മുഴുവനും കൈകൾ മുറുക്കെ പിടിച്ചുകൊണ്ട് നജീബ് ഹാളിലെ സോഫയിലിരുന്നു. ഒരു ഭയത്തോടെ തന്നെ. അവൻ്റെ കൈകാലുകൾ വിറ കൊള്ളുന്നുണ്ടായിരുന്നു.
കാരണം ചോദിച്ച പണം മുഴുവനുമില്ല. അവധി ചോദിക്കാൻ കൂടിയാണ് വന്നത്, അല്ലെങ്കിൽ ജോലി എടുത്ത് വീട്ടാമെന്നും പറഞ്ഞുകൊണ്ട് സാവകാശം ചോദിക്കാൻ. ഡോ, താൻ എന്താ ഇവിടെ? അസ്ലിമിൻ്റെ ചോദ്യമാണ് നജീബിൻ്റെ ചിന്തകൾ ഉണർത്തിയത്. മുന്നിൽ നിൽക്കുന്നവനെ കണ്ടതും അവൻ്റെ മുഖത്തൊരു സമാധാനം കണ്ടു. സാർ എവിടെയായിരുന്നു? എത്ര ദിവസമായി ഞാൻ കാണാൻ ശ്രമിക്കുന്നു. ഒരു സഹായം ചോദിക്കാൻ, എൻ്റെ പേരിലുള്ള കേസ് ഒഴിവാക്കി തരാൻ പറയാൻ. കണ്ടില്ല, ലക്ഷങ്ങളാണ് എന്നോട് നടക്കാൻ പറഞ്ഞത്. ഓഫീസിൽ ചെന്നപ്പോൾ വീട്ടിൽ പോയാൽ മതിയെന്ന് പറഞ്ഞു. എന്നെ സഹായിക്കണം. നീ അറിയോ അസ്ലം അവനെ? പിറകിൽ നിന്ന് കേൾക്കുന്ന ഇമ്രാൻ്റെ ചോദ്യം രണ്ടുപേരിലും നെട്ടിലുണ്ടാക്കി. ഏയ് ഇല്ലിക്ക, കണ്ടപ്പോൾ ആരാണെന്ന് ചോദിച്ചതാ. അസ്ലം പതർച്ച ഒളിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നജീബ് അസ്ലമിനെ സംശയത്തോടെ നോക്കി. പക്ഷെ മുന്നിൽ നിൽക്കുന്ന ഇമ്രാനെ കണ്ടതും നജീബ് അത്ഭുതത്തോടെ നോക്കി. ഇമ്രാൻ! അവൻ അറിയാതെ തന്നെ പറഞ്ഞുപോയി. മുന്നിൽ കാണുന്നതവരെ ഇമ്രാനെ ഒരിക്കലും അവൻ ഇവിടെ പ്രതീക്ഷിച്ചിട്ടില്ല. മാത്രമല്ല, അസ്ലമിൻ്റെ ഇക്ക എന്ന വിളി കേട്ടിരിക്കുന്നു. അസ്ലമിൻ്റെ സഹോദരനാണ് കമ്പനിയുടെ പുതിയ മുതലാളിയെന്ന്. അപ്പോൾ ഇമ്രാനാണോ അത്? അങ്ങനെ വരുമ്പോൾ സുഹറ. സംശയങ്ങൾ കൊണ്ടവൻ്റെ മനസ്സ് അലിഞ്ഞു തിരിഞ്ഞു നടന്നു. സംശയിക്കേണ്ട നജീബ്, അന്ന് കണ്ട അതേ ഇമ്രാൻ തന്നെയാണ് ഞാൻ. നിന്റെ ഭാര്യ സിജിനയുടെ ഇത്ത സുഹറയുടെ കൂടെ ഫോട്ടോയിൽ കണ്ട അതേ ഇമ്രാൻ. അന്ന് ആ മരണ വീട്ടിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞു പിരിഞ്ഞ അതേ ഇമ്രാൻ. നീ ജോലി ചെയ്യുന്ന കമ്പനിയുടെ ഉടമസ്ഥനായ അതേ ഇമ്രാൻ. ഇന്ന് നിന്നെ കാണാൻ വേണ്ടി വിളിച്ചത് ഞാൻ തന്നെ. ഇപ്പോൾ നിന്റെ സംശയം മാറിയോ? നജീബ് ഒന്ന് തലയാട്ടുക മാത്രം ചെയ്തു. അല്ല, കൊണ്ടുവന്നിട്ടുണ്ടോ പണം? ഇമ്രാൻ്റെ ഗാംഭീര്യമുള്ള ചോദ്യത്തിൽ നജീബ് കയ്യിലിരുന്ന പണം ഇമ്രാൻ്റെ മുമ്പിൽ വെച്ചു കൊടുത്തു. മുഴുവനുമില്ല, കുറച്ച് സാവകാശം തരണം. അവൻ്റെ മുറിഞ്ഞ വാക്കുകളോടെ പറഞ്ഞുകൊണ്ട് തല താഴ്ത്തി പറഞ്ഞു. ഏയ്, എന്തിനു വിഷമിക്കണം? നമ്മളൊക്കെ ഒന്നുമില്ലെങ്കിൽ ബന്ധുക്കളല്ലേ? ഇമ്രാൻ പറയുന്നത് കേട്ടതും നജീബിൽ കുറച്ച് ആശ്വാസം തോന്നി. ഈ പണം തന്നെ ഞാൻ തിരിച്ചു തരാം, പക്ഷെ പറഞ്ഞു തരണം. സുഹറയുടെ അനിയത്തിയെ തന്നെ കല്യാണം ആലോചിച്ച് പോവാനും ഒരുപാട് ഫോട്ടോ തന്ന് അങ്ങനെ ഒരു പദ്ധതിയുമായി സുഹറയുടെ വീട്ടിലേക്ക് തന്നെ പറഞ്ഞയച്ചതും ചെയ്യുന്ന ജോലിക്ക് പകരമായി പണം തന്നതും ആരാണെന്ന് പറയണം. എന്നാൽ തനിക്ക് പോവാം, ഈ പണവും കൊണ്ടുപോവാം, ജോലിയും തിരിച്ചു തരാം. പക്ഷെ പറഞ്ഞില്ലെങ്കിൽ പണവും കാണില്ല, ജോലിയും കാണില്ല. പണം തട്ടിയെടുത്തു എന്ന കേസ് കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ജയിലിൽ കഴിഞ്ഞു പോവുകയും ചെയ്യേണ്ടി വരും. പറ, പെട്ടെന്ന് വേണം, എനിക്ക് വേറെ ജോലിയുണ്ട്. ഇമ്രാൻ ഭാവഭേദമില്ലാതെയാണ് പറഞ്ഞു തീർത്തത്. തീർത്തും നിസ്സാരമായി. പക്ഷെ നജീബിൻ്റെ ഹൃദയത്തെ ഭയം കൊണ്ട് കീഴടക്കാൻ അവൻ്റെ ആ വാക്കുകൾ മതിയായിരുന്നു. കേട്ടുനിന്ന മറ്റു പലരുടെയും ഹൃദയത്തിലും ഒരു വിസ്ഫോടനം നടക്കുന്നുണ്ടായിരുന്നു. പലതും മറന്നേക്ക് പുറത്തു വന്നാൽ തങ്ങളുടെ അവസ്ഥയോർത്ത് അവരും ഭയപ്പെട്ടു തുടങ്ങി. ഹാ, വന്നല്ലോ സുഹറ, ഇങ്ങോട്ട് നീങ്ങി നിൽക്കേ. ഇതാരാണെന്ന് മനസ്സിലായോ? കുറച്ച് സമയത്തേക്ക് ഇമ്രാൻ്റെ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ ആരിൻ്റെ ആശ്വാസത്തിൽ നജീബ് തലയുയർത്തി നോക്കി. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് സജിനയുടെ ഇത്തയാണെന്ന് മനസ്സിലാക്കാൻ നജീബിന് സാധിച്ചിരുന്നു. എന്നാൽ സുഹറ ഇതാരാണെന്ന ഭാവത്തിൽ നോക്കുന്നത് കണ്ടതും അവൻ്റെ തല താഴ്ന്നു. ഇതാണ് നജീബ്, നിൻ്റെ അനിയത്തിയുടെ ഭർത്താവ്, നിൻ്റെ വീട്ടിലെ പുതിയ മരുമകൻ. സുഹറയുടെ കണ്ണുകൾ വിടരാനും മുഖത്ത് സന്തോഷം വിരിയാനും അധിക സമയമൊന്നും വേണ്ടിയിരുന്നില്ല. ഒരിക്കലും നേരിട്ട് കാണാനാവില്ല എന്ന് കരുതിയതാണ്. സ്വന്തം അനിയത്തിയുടെ ഭർത്താവല്ലേ? എന്ത് ചോദിച്ചു തുടങ്ങണം എന്നറിയാതെ അവൾ എന്നെങ്കിലും സുഖമാണോ രണ്ടുപേർക്കും എന്നൊരു ചോദ്യം അവളിൽ നിന്നും പുറത്തു വന്നു. അതിലൊരു ദേഷ്യമോ വൈരാഗ്യമോ ഉള്ളതായി നജീബിന് തോന്നിയില്ല. ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ വളരെ സ്നേഹത്തോടെ തന്നെയാണ് ചോദിച്ചത്. അവളുടെ ഭാവം അവന് അത്ഭുതമായിരുന്നു. അവൻ അറിയാതെ തന്നെ ശബ്ദമില്ലാതെ സുഖമാണോ എന്ന രീതിയിൽ തലയാട്ടി. ആ പിന്നെ, അവനിപ്പോൾ ഭയങ്കര സുഖല്ലേ? പണത്തിന് ബുദ്ധിമുട്ട് വന്നപ്പോൾ അത് നികത്താനേ സ്വന്തം ഭാര്യ വീട് ലക്ഷക്കണക്കിന് രൂപക്ക് പണയം വെച്ച് കൊടുത്തു ഭാര്യ വീട്ടുകാർ. ആർക്കെങ്കിലും കിട്ടുമോ അതുപോലെ സഹായിക്കുന്ന ഭാര്യ വീട്ടുകാരെ? അല്ലേ നജീബേ? ഇമ്രാൻ്റെ വാക്കുകൾ സുഹറയുടെ മനസ്സിൽ ഒരു പ്രളയം തീർത്തു. എത്ര വർഷത്തെ എൻ്റെ കഷ്ടപ്പാടാണ് ആ വീട് ആചാര്യയുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ. എന്നിട്ട് വീണ്ടും അത് പണയത്തിലാണെന്നറിയുമ്പോൾ തകർന്നു പോകുന്നു. വീട്ടുകാർക്ക് എന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് നട തള്ളിയപ്പോഴും ഇനി ബാധ്യതകളൊന്നും ഇല്ലല്ലോ എന്ന സമാധാനം ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ വീണ്ടും പഴയ രൂപത്തിലേക്ക് തന്നെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. ഇനി ആരാ ബാധ്യത തീർക്കും? അവളുടെ മനസ്സിലൊരു 100,000 ചിന്തകൾ വന്ന് നിറഞ്ഞു. കണ്ണുകൾ നിറയാൻ സമ്മതിക്കാതെ അത്രയും സമയം ദേഷ്യത്തോടെ നജീബിനെ നോക്കിയിരുന്ന അവളുടെ കണ്ണുകളിൽ ദേഷ്യത്തിൻ്റെ കനലെരിഞ്ഞു. ആരാ നിങ്ങളോട് എൻ്റെ വീട് പണയം വെക്കാൻ പറഞ്ഞത്? എന്താവശ്യമായിരുന്നു എൻ്റെ വീട് പണയം വെക്കാൻ? ഞാൻ ചോര നീരാക്കി അധ്വാനിച്ചാണ് അത് കടത്തിൽ നിന്ന് മോചിപ്പിച്ചെടുത്തത്. ഉള്ള അപവാദങ്ങളെല്ലാം കേട്ട് എൻ്റെ ഉപ്പാൻ്റെ പേരിൽ ഒരു കടവും ഇല്ലല്ലോ എന്ന് സന്തോഷമാണ്.
ആശ്വാസമാണ് എനിക്ക്. നിനക്ക് പണത്തിന് ആവശ്യം വന്നിട്ടുണ്ടെങ്കിലേ അതേ നിൻ്റെ വീട് വേണമായിരുന്നു പണയം വെക്കാനും വിൽക്കാനും. അവളുടെ വാക്കുകൾ കേട്ട് നജീബിൻ്റെ തല പിന്നെയും താഴ്ന്നു പോയി. ഇമ്രാൻ്റെ മുഖം ഒന്ന് വിടർന്നു പോയി. സുഹറ സ്വന്തം ആവശ്യങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ തുടങ്ങിയത് കണ്ട്. നീ ഇങ്ങനെ ചൂടാവില്ലേ സുഹറ? ഒന്നുമില്ലെങ്കിൽ അവന് നിൻ്റെ അനിയൻ്റെ സ്ഥാനമില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ നജീബേ, ആ പണം മുഴുവനും നിനക്ക് തന്നെ തിരിച്ചു തരാം, പഴയ ജോലിയും തരാം. പറഞ്ഞാൽ മതി. ആര് പറഞ്ഞിട്ടാണ് നീ സുഹറയും ഞാനും നിൽക്കുന്ന ഫോട്ടോ ആവശ്യമില്ലാത്ത പേര് പറഞ്ഞുകൊണ്ട് അവിടെ പ്രചരിപ്പിച്ചത്? ആരാണ് എനിക്ക് ആ ഫോട്ടോ തന്നത്? എത്ര രൂപ കിട്ടി? സുഹറയുടെ അനിയത്തിയെ വിവാഹം കഴിക്കാനും ഇവളെ നാറ്റിക്കാനും സിമ്പിളാണ്. പറഞ്ഞാൽ എനിക്ക് പോവാം, ഇന്ന് തന്നെ ജോലിയിൽ പ്രവേശിക്കാം. അപ്പോൾ പറഞ്ഞോ? ഇമ്രാൻ പറയുന്നത് കേട്ട് സുഹറ വിശ്വാസമില്ലാതെ അവനെ തന്നെ നോക്കി. വീട്ടിലുണ്ടായ കോലാഹലങ്ങൾക്ക് കാരണം ഇവനാണോ എന്ന രീതിയിൽ അത് മനസ്സിലായതും ഇമ്രാൻ ഒന്ന് കണ്ണു ചിമ്മി ആശ്വസിപ്പിച്ചു. വേഗം പറയുന്നു, അതോ ഞാൻ പോലീസിനെ വിളിക്കണോ? എന്തായാലും നിൻ്റെ തീരുമാനം. പണം തട്ടിയ കേസിൽ കാലാകാലകത്ത് കിടക്കുക. ഈ അവളെ നോക്കണ്ട, അവളിൽ നിന്ന് യാതൊരു ദാക്ഷിണ്യവും പ്രതീക്ഷിക്കണ്ട. ഇനി തീരുമാനം എടുക്കുന്നതും നടപ്പാക്കുന്നതും ഞാൻ മാത്രമാണ്. ഛീ, പറയടാ നായേ, ആര് പറഞ്ഞിട്ടാണ് നീ ചെയ്തത്? ഇമ്രാൻ്റെ ഭീഷണി കേട്ട് സുഹറയുടെയും മുഖത്തേക്ക് ദയനീയമായി നോക്കി നിൽക്കുന്ന നജീബിൻ്റെ ഷർട്ടിൽ ഇമ്രാൻ കുത്തിപ്പിടിച്ചു. നജീബ് ശ്വാസമെടുക്കാനായി ബുദ്ധിമുട്ടി. ഇമ്രാൻ്റെ പുതിയൊരു ഭാവം ആദ്യമായിട്ടാണ് സുഹറ കാണുന്നത്. ദേഷ്യം വന്ന് ചുവന്നിരിക്കുന്ന മുഖം, കയ്യിലെ നിരമ്പെല്ലാം തുടിച്ചു നിന്നിരുന്നു. നജീബ് പേടിച്ചുകൊണ്ട് ശ്വാസം ആഞ്ഞു വലിച്ച് എന്തോ പറയാനായി തുടങ്ങിയതും മുകളിൽ നിന്നും കുഞ്ഞിയുടെ ഉറക്കെയുള്ള കരച്ചിൽ കേട്ടു. അവൻ പറയുന്നത് കേൾക്കാൻ ശ്രദ്ധയോടെ നിന്നിരുന്ന സുഹറയുടെ ശ്രദ്ധ മുകളിലേക്ക് പോയി. മാമി, ആമി. കുഞ്ഞിയുടെ പേടിച്ചിരണ്ട കരച്ചിൽ, അതിനിടയിൽ കേൾക്കുന്ന ആമി എന്ന പേര്. സുഹറ ശ്വാസം അടക്കി പിടിച്ചുകൊണ്ട് മുകളിലേക്ക് കാറ്റുപോലെ പാഞ്ഞു. ഇമ്രാനും അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. നജീബിനെ അവിടെ തള്ളിയിട്ടുകൊണ്ട് അവന് മുകളിലേക്ക് ഓടി. നജീബ് ജീവൻ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ ശ്വാസം ആഞ്ഞു വലിച്ചുകൊണ്ടിരുന്നു. കാറിൽ നിന്നും ആമിയെ എടുത്തുകൊണ്ട് ഇമ്രാൻ ഓടുകയായിരുന്നു ഹോസ്പിറ്റലിനുള്ളിലേക്ക്. എമർജൻസി സെക്ഷനുള്ളിലെ ഡോർ ഇമ്രാന് നേരെ കൊട്ടിയടഞ്ഞു. അത്രയും സമയം തൻ്റെ കൈകളിലുണ്ടായിരുന്ന ആമിയുടെ ചൂട് കൈകളിൽ തങ്ങി നിൽക്കുന്നത് പോലെ ബോധമില്ലാതെ കിടക്കുന്ന ആമിമോളുടെ മുഖം മനസ്സിലേക്ക് എത്തിയതും അത്രയും സമയം സംയമനം പാലിച്ചവൻ്റെ ഹൃദയം വിങ്ങിപ്പൊട്ടി. അവനൊന്ന് ഉറക്കെ കരഞ്ഞുപോയി. വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ദിവസത്തിലേക്ക് വീണ്ടും ഞാൻ എത്തിപ്പോയി എന്ന് പോലും അവന് തോന്നിപ്പോയി. സകലം നഷ്ടപ്പെട്ടവളെ പോലെ തൻ്റെ പിറകിൽ നിൽക്കുന്നവളെ ഇമ്രാൻ ഒന്ന് നോക്കി. കണ്ണുനീരില്ല, മിണ്ടാൻ പോലും അവൾക്കാവുന്നില്ല. ഒരു നിസ്സംഗഭാവം. എമർജൻസി സെക്ഷനിലേക്ക് നിർവികേരമായി നോക്കി നിൽക്കുന്നവളെ ഇമ്രാൻ ഒന്ന് ബലമായി തന്നെ പിടിച്ചുകൊണ്ട് അടുത്തുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരുത്തി. വീണു പോകുമോ എന്ന് ഭയന്നു പോയവൻ. സുഹറയുടെ അവസ്ഥ അങ്ങനെയായിരുന്നു. എമർജൻസി സെക്ഷൻ്റെ വാതിൽ തുറന്നുകൊണ്ട് ഡോക്ടർ വിളിക്കുന്നതും ഇമ്രാൻ ധൃതി പിടിച്ച് അങ്ങോട്ട് ചെല്ലുന്നതും എന്തൊക്കെയോ സംസാരിക്കുന്നതും ഇമ്രാൻ വിങ്ങിപ്പൊട്ടുന്നതും സുഹറ അറിയുന്നുണ്ടായിരുന്നു. പക്ഷേ അവൾക്കൊന്നും തന്നെ പ്രതികരിക്കാൻ ആവുന്നുണ്ടായിരുന്നില്ല. വിറക്കുന്ന കൈകളോടെ ഡോക്ടർ കൊടുത്ത പേപ്പറിലെല്ലാം ഇമ്രാൻ ഒപ്പിട്ട് കൊടുക്കുന്നത് കണ്ടതും സുഹറ ഭയന്നുപോയി. എൻ്റെ മോള്. അവളുടെ മനസ്സിലേക്ക് കഴിഞ്ഞുപോയ നിമിഷങ്ങൾ ഒന്നുകൂടി അലയടിച്ചു. കുഞ്ഞിയുടെ കരച്ചിൽ കേട്ട് ഓടിച്ചെല്ലുമ്പോൾ അവൾ റൂമിലേക്ക് നോക്കി ആമി എന്ന് പറഞ്ഞുകൊണ്ട് അലറിക്കരയുകയാണ്. അന്നത്തെ പോലെ അഫി അടിച്ചോ എന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന സുഹറയെ പാടെ തകർത്തുകൊണ്ടാണ് കുഞ്ഞ് പറഞ്ഞത് ആമി വെള്ളത്തിൽ വീണ് കിടക്കുന്നുണ്ടെന്ന്. സുഹറയുടെ നെഞ്ചിലൂടെ എന്തോ ഒന്ന് ആർത്തിരുമ്പി പുറത്തേക്ക് ചാടി. ഭയന്നുകൊണ്ട് റൂമിനുള്ളിലേക്ക് ഓടിക്കയറി. ബാത്റൂമിനുള്ളിലേക്ക് ഓടിക്കയറുമ്പോഴും സുഹറ പാതി മരിച്ചിരുന്നു. ബാത്ത് ടബിലെ വെള്ളത്തിൽ ജീവന് വേണ്ടി പിടഞ്ഞുകൊണ്ടിരിക്കുന്ന ആമയെ കണ്ടതും അവൾ ഒരു നിമിഷം പകച്ചു നിന്നു. ബാത്ത് ടബിൽ വീണ്ടും വീണ്ടും വെള്ളം നിറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഓടിച്ചെന്ന് ആമയെ കോരിയെടുക്കാൻ പോലും അവൾ മറന്നുപോയി. പകപ്പിൽ നിന്ന് മോചിതയായവൾ ആമയുടെ അടുത്തേക്ക് ഓടിയെത്തിയപ്പോഴേക്കും ഇമ്രാൻ്റെ കൈകൾ ആമയെ കോരിയെടുത്തിരുന്നു. ബാത്റൂമിൻ്റെ തറയിൽ കിടത്തി ആ കുഞ്ഞു വയറിൽ അമർത്തി വെള്ളം മുഴുവൻ പുറത്തു കളയുന്നത് നോക്കി ആ വാതിൽപ്പടയിൽ സുഹറ നിർവികേരമായി നിന്നു. അല്ലെങ്കിലും അതങ്ങനെയല്ലേ? എന്തൊരറിവുണ്ടായാലും ഏറ്റവും നമുക്ക് പ്രിയപ്പെട്ടവരുടെ അപകടാവസ്ഥയിൽ എല്ലാം മറന്നുകൊണ്ട് നിസ്സഹായരായി പോകും മനുഷ്യൻ. തൻ്റെ മുന്നിൽ ബോധം മറഞ്ഞു കൊടുക്കുന്നതിനെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഒരു നിമിഷം പോലും പാഴാക്കാതെ ഇമ്രാൻ ഇറങ്ങി ഓടുകയായിരുന്നു. കുഞ്ഞിയുടെയും പൊട്ടിക്കരച്ചിൽ അപ്പോഴും ഉയർന്നു കേൾക്കാമായിരുന്നു. പുറകിലെ സീറ്റിൽ ഇരിക്കുന്ന സുഹറയുടെ മടിയിലേക്ക് ആമിമുള വെച്ചു കൊടുത്തുകൊണ്ട് കാർ പരമാവധി വേഗത്തിൽ ഓടിക്കുമ്പോൾ ഇമ്രാൻ്റെ ഹൃദയത്തിൽ സഹിക്കാനാവാത്തൊരു വേദന തോന്നി. ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാനൊന്ന് സന്തോഷിച്ചു വന്നതായിരുന്നു. അബ്ബാ,
ആമയുടെ വിളി ചെവിയിലേക്ക് വന്ന് പതിക്കുന്നത് പോലെ, വീണ്ടും വീണ്ടും കേൾക്കുന്നത് പോലെ പുറകിൽ ബോധം മറിഞ്ഞു കിടക്കുന്നവളെ ഒന്ന് നോക്കിയതും അവൻ്റെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഉറ്റി വീണു. എന്തു പറഞ്ഞു ഡോക്ടർ? ഡോക്ടറുടെ അടുത്ത് നിന്ന് വന്നതും തലകുനിച്ചിരിക്കുന്നവനെ നോക്കി ഇടറിയ വാക്കുകളോടെ നല്ലതല്ലാതെ ഒന്നും കേൾക്കാൻ ഇടവരുതേന്ന് പ്രതീക്ഷയോടെ സുഹ്റ ചോദിച്ചു. നമ്മുടെ ആമി. ഇൻഷാ അല്ലാ, ഈ കഥയുടെ ബാക്കി ഭാഗമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.